അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമ്മളിന്ന് സംസാരിക്കുന്നത് ളുഹാ നിസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ 5 വലിയ പ്രതിഫലത്തെക്കുറിച്ചുമാണ്. നാം വളരെ നിസ്സാരമായി കാണുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. പക്ഷെ അതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നിസ്കാരമാണ് ളുഹാ നിസ്കാരം എന്നുള്ളത്. ആദ്യമായി നമുക്കെങ്ങനെ നിസ്കരിക്കാമെന്ന് പരിശോധിക്കാം. പലർക്കും ഇതറിയാമെങ്കിലും ആർക്കെങ്കിലും ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്. ളുഹാ നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടെ സാധാരണ പോലെ 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് ളുഹാ നിസ്കാരമായി. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തും, കൂടിയാൽ ഒരു റിവായത്തനുസരിച്ച് 8 റക്അത്തും മറ്റൊരു റിവായത്തനുസരിച്ച് 12 റക്അത്തുമാണ്. ളുഹാ നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് സൂര്യന് ഉദിച്ചുയർന്ന് ഒരു കുന്തത്തിൻ്റെ ഖദറായത് മുതൽക്കാണ്. അഥവാ സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞാൽ ഈ സമയമാകുന്നതാണ്. സൂര്യന് ഉദിച്ച പാടെ നിസ്കരിക്കരുത്. കാരണം സൂര്യനെ ആരാധിക്കുന്ന ഇതര വിശ്വാസികളുടെ കർമ്മങ്ങളോട് യോജിക്കുന്നത് പോലെ ആയതുകൊണ്ട് ആ സമയത്തുള്ള നിസ്കാരം ഹറാമാണ്. ഏറ്റവും നല്ല സമയം ഒരു റിവായത്തനുസരിച്ച് സുബ്ഹി നിസ്കരിച്ച് ദിക്റുകളൊക്കെ ചൊല്ലി സൂര്യനുദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ പാടെ നിസ്കരിക്കലാണ്. മറ്റൊരു റിവായത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് പകലിൻ്റെ 4/1 പിന്നിടുന്ന സമയമാണ്. അഥവാ ഒരു 9 മണി 10 മണിൻ്റെ ഉള്ളിലാണ്. അതിൽ ഓതേണ്ട സൂറത്തുകൾ എന്ന് പറയുന്നത് 1-ാമത്തെ റക്അത്തിൽ സൂറത്തു ശംസും 2-ാമത്തെ റക്അത്തിൽ വല്ലുഹയുമാണ്. അതറിയില്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂനും അതേപോലെ തന്നെ ഇഖ്ലാസുമാണ്. അതിൻ്റെ സമയം അവസാനിക്കുന്നത് ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ്. ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഈ നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട 5 മഹത്വങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഹാഫള അലാ സഫഅത്തിൽ ളുഹാ, ആരെങ്കിലും ളുഹാ നിസ്കാരം 2 റക്അത്തിൻ്റെ മേൽ പതിവാക്കി കഴിഞ്ഞാൽ ഗുഫിറ ലഹു ദുനൂബുഹു വഇൻ കാനത് മിസ്ലു സബദിൽ ബഹർ, അവൻ്റെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അത് കടലിൻ്റെ നുര സമാനമാണെങ്കിലും അവൻ്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം 360 സ്വദഖ ചെയ്യുന്നതിന് സമാനമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സ്വദഖ, എല്ലാ ദിവസവും നിങ്ങളിലുള്ള ഓരോ ആളുകളുടെയും ഓരോ കണുപ്പിനും സ്വദഖ കൊടുക്കണം. ഫകുല്ലു തസ്ബീഹത്തിന് സ്വദഖ, എല്ലാ തസ്ബീഹും സ്വദഖയാണ്. വകുല്ലു തഹ്മീദത്തിന് സ്വദഖ, എല്ലാ തഹ്മീദയും സ്വദഖയാണ്. വകുല്ലു തഹ്ലീലത്തിന് സ്വദഖ, എല്ലാ ദിക്റുകളും സ്വദഖയാണ്. അപ്പോൾ നമ്മുടെ ഓരോ കണുപ്പുകൾക്കും 360 കണുപ്പുകൾക്കും നമ്മൾ സ്വദഖ കൊടുക്കണം. അപ്പോൾ സ്വദഖ എന്ന് പറയുന്ന തസ്ബീഹ് ഒരു സ്വദഖയാണ്. അതേപോലെ അൽഹംദുലില്ലാഹ് ഒരു സ്വദഖയാണ്. വകുല്ലു തക്ബീറത്തിന് സ്വദഖ, ഓരോ തക്ബീറുകളും സ്വദഖയാണ്. വഅംറും ബിൽ മഅറൂഫി സ്വദഖ, നല്ല കാര്യങ്ങൾ ഉപദേശിക്കലൊക്കെ സ്വദഖയാണ്. എന്നാൽ വയുജ്സിഉ മിൻ ദാലിക റക്അതാനി യർകഉഹുമാ മിനൽ ളുഹാ, എന്നാൽ 360 കണുപ്പുകൾക്ക് ഒരൊറ്റ ളുഹാ നിസ്കാരം കൊണ്ട് 2 റക്അത്ത് നിസ്കാരം കൊണ്ട് ആ 360 കണുപ്പുകൾക്കും സ്വദഖ കൊടുത്തതിൻ്റെ കൂലി അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. 3-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നബി തങ്ങളുടെ ഒരു വസിയ്യത്താണ് ളുഹാ നിസ്കാരം എന്നുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഔസാനി ഖലീലി ബിസലാസൻ, 3 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ലാ അദ്ഉഹുന്ന ഹത്താ മൂത്ത, ഞാൻ മരിക്കുന്നത് വരെ അത് ഒഴിവാക്കുകയില്ല. ഏതൊക്കെയാണത്? സൗമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോക്കലാണ്. വസ്വലാത്തുൽ ളുഹാ,
ലുഹാ നിസ്കരിക്കലാണ്. വനൗമി അലാ വിത്ർ, വിത്ർ നിസ്കരിച്ച് ഉറങ്ങലുമാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ. ലുഹാ നിസ്കാരം പതിവാക്കിയാൽ സ്വർഗം അവനിക്ക് ഉറപ്പിക്കാവുന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ബാബ, തീർച്ചയായും സ്വർഗത്തിലൊരു വാതിലുണ്ട്. യുഖാലു ലഹു ലുഹ, അതിനിക്ക് ലുഹ എന്നാണ് പറയപ്പെടുക. ലാ യദ്ഖുലു മിൻഹു ഇല്ലാ മൻ ഹാഫള അലാ സ്വലാത്തുൽ ലുഹ, ലുഹാ നിസ്കാരം പതിവാക്കിയ ഒരുത്തനല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ. അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ അധ്വാനത്തിന് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ആരെങ്കിലും സുബ്ഹി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ ശംസ്, സൂര്യൻ ഉദിക്കുന്നതുവരെ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിയിട്ട് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് സുമ്മ സല്ല റക്അത്തൈനി, എന്നിട്ട് ളുഹാ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ കാനത്ത് ലഹു, അവനിക്കുണ്ട് കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലി അവനിക്ക് ലഭിക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, താമത്തൻ താമത്തൻ, അത് പരിപൂർണമായൊരു ഹജ്ജിൻ്റെയും പരിപൂർണമായൊരു ഉംറൻ്റെയും കൂലി തന്നെ അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അഥവാ ചെറിയൊരു പ്രവർത്തനം കാരണമായിട്ട് ഹജ്ജും ഉംറയും ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത്. മാത്രവുമല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ സുബഹി നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലി സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഓരോ റക്അത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ലക്ഷം നന്മയുടെ പ്രതിഫലം അവനിക്ക് നൽകുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ളുഹാ നിസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.